ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കുള്ളതാണ്. എല്ലാവരും പരീക്ഷയുടെ ചൂടിലൊക്കെ ആയിരിക്കും. സ്കൂൾ പരീക്ഷകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ സംസ്ഥാനത്തെ സ്കൂളുകളിൽ വാർഷിക പരീക്ഷയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 8-9 ക്ലാസ്സുകളിലെ പരീക്ഷയാണ് ആരംഭിച്ചത്. അവയോടൊപ്പം UP ക്ലാസ്സിലെ പരീക്ഷയും ആരംഭിച്ചിട്ടുണ്ട്. ഈ വർഷം മുതൽ 8ാം ക്ലാസ് പരീക്ഷ 8ാം ക്ലാസ്സിൽ എഴുതുന്നവർക്ക് ഒരു 8ൻ്റെ പണി കിട്ടാൻ പോവുകയാണ് കേട്ടോ. 8ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും 30% മാർക്ക് ഉറപ്പാക്കണമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നത്. ഈ 30% മാർക്ക് നേടാതെ തോൽപ്പിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കളൊക്കെ നന്നായിട്ട് പഠിച്ചോ, നല്ല 30% മാർക്ക് നേടാനായിട്ട് പരിശ്രമിച്ച് എഴുതിക്കോളൂ. അതൊരു ഈസി മെത്തേഡിൽ ഇത്തവണത്തെ എക്സാം നിങ്ങൾ കാണരുത്. 8-9 ക്ലാസ്സുകളിലെ പിള്ളേരെ തോൽപ്പിക്കാനാണ് ഇനിയുള്ള സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആ ഒരു ഇത്. പക്ഷെ നിങ്ങൾക്കൊരു ചാൻസും കൂടി അവർ തരുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ പുറത്തിറങ്ങുന്നു, 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക്, ചില കുട്ടികൾക്കെങ്കിലും എഴുതാനോ വായിക്കാനോ അറിഞ്ഞുകൂടാത്ത ഒരു പോരായ്മ അത് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ അതിനെതിരെ നമ്മളൊരു ജോലിക്കൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അറിയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ്ലി ഒരു ഡിസിഷൻ ഗവൺമെൻറ് എടുത്തേക്കാണ്. അപ്പം നന്നായിട്ട് എഴുതി കഴിഞ്ഞിട്ട് മാത്രം അവരെ പാസ്സാക്കിയാൽ മതി, 30% മാർക്കുള്ളവരെ മാത്രം പാസ്സാക്കിയാൽ മതി എന്നാണ് പറയുന്നത്. അതിന് അവർക്ക് കൊടുക്കുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് 30% കിട്ടാത്ത കുട്ടികളെ തോൽപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ വേനലവധി കാലത്ത് അവർക്ക് വേണ്ടിയിട്ടൊരു ക്ലാസ് ഒരു സ്കൂളിൽ കൊടുക്കുകയും വീണ്ടും ഒന്നും കൂടി പരീക്ഷ എഴുതി അവർ മാക്സിമം ജയിപ്പിക്കാനുള്ളൊരു ഹെൽപ്പ് നമ്മുടെ സ്കൂളുകളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിക്കൊണ്ടാണ്. കാരണം ഇവർക്ക് ആദ്യം ഒരു അടി കൊടുത്താലും ഞങ്ങൾക്ക് കൈപിടിച്ച് ഉയർത്തി ഞങ്ങളെ അപ്പുറത്തേക്ക് ചാടിക്കാനുള്ള എല്ലാ സഹായവും അവർ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അവധിക്കാലത്ത് തന്നെ പരീക്ഷ നടത്തി കുറഞ്ഞ മാർക്ക് ഉറപ്പാക്കാനാണ്, പരീക്ഷ നടത്തിയിട്ട് നല്ല ഉയർന്ന മാർക്ക് നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ നിങ്ങളുടെ 8ലും 9ലും പഠിക്കുന്ന കൂട്ടുകാർ ഇനി പരീക്ഷയെ ഒരു സാമട്ടിൽ കളയരുത്, നന്നായിട്ട് എഴുതാൻ നോക്കുക. ഇനി തോൽവി എന്നൊരു പ്രശ്നം പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ചു വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം, ബായ്.